ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സെലിബ്രേഷന്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. മണിക്കുട്ടൻ ഉൾപ്പെടെ ബർത്ത്ഡേ ഗേൾ ഉൾപ്പെടെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ടിംഗ് ആണ്. ഒരു നിസ്സാര 1.5 മണിക്കൂർ കൊണ്ട് ഔട്ടിംഗ് തീർക്കും. ആ ഒരു സസ്പെൻസ് ആണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഒരു സസ്പെൻസ് ആണ് ഫ്രണ്ട്സ്. നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അത് മാത്രമല്ല 7:30 നമ്മൾ ഫിലിം റിസർവ് ചെയ്തിരിക്കുന്നത്, ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഏരിയസ് പ്ലാസയിലാണ് നമ്മുടെ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വളരെ ചുരുങ്ങിയ ടൈമേ ഉള്ളൂ. 1.5 മണിക്കൂർ കൊണ്ട് ഔട്ടിംഗ് തീർക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഫിലിം കാണുന്നു. ഇനി 3 സെക്ഷനാണ് ഫ്രണ്ട്സ് ഉള്ളത്. അപ്പൊ എന്ത് പുറപ്പെടുകയല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ കാർ എടുക്കാം. Dari sanida pa korika korika riga pari niri chavakya chavakya വാ കേറ്, ഫോണില്ലേ? എന്തപ്പോ നമ്മുടെ സ്ഥലത്തെത്തിയ ശേഷം കാണാം. ഓ, കട്ട് ചെയ്താ. ഫേസ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ റോഡ് എത്തിയിട്ട് ഓക്കെ ഫ്രണ്ട്സ്, നല്ല തിരക്കുണ്ട്. ഇപ്പൊ ടൈം 5:30 ആവാൻ പോകുന്നു. 7:30 നമുക്ക് ഫിലിം. പക്ഷെ അതിന് മുമ്പ് നമുക്കൊരു ഔട്ടിംഗ് നടത്തണം, ഫുഡ് കഴിക്കണം. 3 സെക്ഷൻ ഇനി കൈകാര്യം ചെയ്യാൻ. എല്ലാരും ഒന്ന് കാണിച്ചോളൂ. പുറകില് എല്ലാരും വന്നാ നോക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ നമുക്ക് സ്ഥലത്തെത്തിയിട്ട് കാണാം. തീരാനദി നീതാനടി നീന്താമൽ നാൻ മൂழ்கிപ്പോனே നീതാനടി വാനിൽ മതി നീയല്ല നാൻ താനെത്തേണ്ടേ
ഫ്രണ്ട്സ്, നമ്മളങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ പറഞ്ഞ ഔട്ടിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഏത് സ്ഥലമാണെന്ന് ആർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് തിരുവനന്തപുരം മ്യൂസിയം പാർക്കിലെ ഒരു പ്രധാനപ്പെട്ട പ്ലേസ് ആണ് ഫ്രണ്ട്സ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. പോവാം അതാ. ഓക്കെ ഫ്രണ്ട്സ്, ഈ സ്ഥലത്തെ പറയുന്ന പേരാണ് റേഡിയോ പാർക്ക്. നമുക്ക് അല്പം കൂടി മുന്നോട്ട് പോവാം, എന്നിട്ട് വിശദമായിട്ട് കാണാം ഫ്രണ്ട്സ്. ഇതാണ് ഫ്രണ്ട്സ് റേഡിയോ പാർക്ക്. നമ്മൾ റേഡിയോ പാർക്കിലേക്ക് കയറാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, ഇതാണ് റേഡിയോ പാർക്ക്. ഇത് റേഡിയോ പാർക്ക് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട് ഫ്രണ്ട്സ്. ഇത് റേഡിയോ പാട്ടാണ് ഫ്രണ്ട്സ് ഇവിടെ ഇട്ടിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇവിടെ റേഡിയോ ഓൺ ചെയ്യും. അത് കേൾക്കാൻ വേണ്ടിയാണ് ഫ്രണ്ട്സ് ഈ ആൾക്കാർ, ഇതിന് ചുറ്റും ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇതിന് റേഡിയോ പാർക്ക് എന്ന പേര് തന്നെ കിട്ടാനുള്ള പ്രധാന കാരണം. എല്ലാവരും പ്രായം കൂടിയ ആൾക്കാർക്ക് ഇവിടെ വന്നിരിക്കുവാനുള്ള അവസരം ഉണ്ട് ഫ്രണ്ട്സ്. അവസരത്തോടൊപ്പം തന്നെ റേഡിയോ കേൾക്കുവാനും അത് ആസ്വദിക്കുവാനും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, ഒട്ടേറെ സിനിമകളുടെ ചിത്രീകരണം നടന്ന ഒരു സ്ഥലം കൂടിയാണ്. വിനയ് സാറിന്റെ 19-ാം നൂറ്റാണ്ട്, ജയറാമേട്ടന്റെ പടം. എനിക്ക് തോന്നുന്നു പണ്ട് കാലങ്ങളിൽ ഏറ്റവും അധികം സിനിമ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം ഇതായിരിക്കാമെന്ന് തോന്നുന്നു. കാരണം നസീർ സാറിന്റെ സമയത്തൊക്കെ ഒത്തിരി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല നല്ല സീനറികൾ, പാട്ടും ഈ സ്ഥലത്ത് വന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. നോക്കണം ഫ്രണ്ട്സ്, എന്ത് മനോഹരമായ കൊത്തുപണികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം. പല്ലിന് ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്. പല്ല് നല്ല വേദനയാണ്, അതുകൊണ്ട് ആകെ മൂഡ് ഓഫ് ആണ്. നമ്മൾ റേഡിയോ പാർക്കിൽ നിന്ന് അടുത്തൊരു ചെറിയൊരു പ്ലേസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ആകാശവാണിയുടെ ഇംഗ്ലീഷുള്ള വാർത്ത തുടങ്ങി 6 മണിക്കാണ്. അപ്പോൾ നമ്മൾ റേഡിയോ പാർക്കിൽ നിന്നും അടുത്തൊരു പ്ലേസിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ റേഡിയോ പാർക്കിൽ നിന്നും ഇവിടെ പറയുകയാണ്. അടുത്ത് ചെറിയൊരു നല്ലൊരു പ്ലേസ് ഉണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഫ്രണ്ട്സ്.
ബൈ. ഇതെന്താണ് മണിക്കൂട്ട? ഇതെന്തോന്നാണ് മണിക്കൂട്ട? ലൈബ്രറി. The first world. The first nation in the world. World. കോളയാട് ആറളം പഞ്ചായത്തുകളിലാണ് 330 വരെ നെറ്റ് ഡെസ്കുകൾ പ്രവർത്തിക്കുക. വനംവകുപ്പിന്റെ സേവനങ്ങളെ കുറിച്ചുള്ള ഫ്രണ്ട്സ്, ഇതാണ് റേഡിയോ പാർക്കിലേക്കുള്ള വഴി. നിർദ്ദേശങ്ങളും നെറ്റ് ഡെസ്കുകൾ വഴി സംഭവിക്കാൻ നഷ്ടപരിഹാരം നൽകുന്നത് റേഡിയോ പാർക്കുകളുടെ പരാതികൾ രേഖാമൂലം നൽകാൻ മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മകനെ പ്രണയിച്ചു പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. വാനിടം മംഗളമാലവികേ ഓമനേ നിന്നെ ഞാൻ സ്വന്തമാക്കും. വാനിടം മംഗളമാലവികേ ഓമനേ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈരമേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കായി നിന്നെ കണ്ടു ഞാൻ. ഇനി നമുക്കിവിടെ ഒരു പ്ലേസ് കൂടി മാത്രമേ കാണാനുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ മൂന്നാമത്തെ സെക്ഷൻ തീരുകയാണ് ഫ്രണ്ട്സ്. അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഒരു പ്ലേസ് കൂടിയുണ്ട്. ആ പ്ലേസിലേക്ക് നമ്മൾ അടുത്ത് നമ്മൾ അങ്ങോട്ടേക്കാണ് ഫ്രണ്ട്സ് പോകുന്നത്. ഓക്കെ. നമ്മുടെ ഔട്ടിങ്ങിൻ്റെ അവസാന ഘട്ടം ആയിരിക്കുകയാണ്. അവസാന ഘട്ടം എന്നല്ല, കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. കാരണം ഇവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഔട്ടിങ്ങിൻ്റെ ഘട്ടം പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്നുണ്ടായി. ഉള്ള മൂന്നുള്ള കളയാൻ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഔട്ടിങ്ങിൻ്റെ ഞാൻ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഔട്ടിങ്ങിൻ്റെ അവസാന ഘട്ടം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. വളരെ കുറച്ച് നമ്മളിവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റേഡിയോ പാർക്കും പിന്നെ മ്യൂസിയം, ട്രഡീഷണൽ മ്യൂസിയം എന്ന് പറയുന്ന സ്ഥലം അല്ലേ? ഇത് രണ്ട് സ്ഥലം പ്രധാനമായിട്ട് നമ്മൾ കണ്ടത്. ഒട്ടേറെ സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഫ്രണ്ട്സ് ഇവിടെ. ജയറാമേട്ടൻ്റെ പടം, പിന്നെ വിനയൻ സാറിൻ്റെ പടം തുടങ്ങിയ ഒട്ടേറെ 19-ാം നൂറ്റാണ്ട്, പിന്നെ തിങ്കളാഴ്ച നിശ്ചയം, തിങ്കളാഴ്ച നല്ല ദിവസവും, തിങ്കളാഴ്ച നിശ്ചയം അറിഞ്ഞത് നല്ല തിങ്കളാഴ്ച നിശ്ചയം തുടങ്ങിയ പടങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. പിന്നെ ക്ലൈമാക്സ്, സോൾട്ട് ആൻഡ് പേപ്പറിൻ്റെ ക്ലൈമാക്സ്, സോൾട്ട് ആൻഡ് പേപ്പർ അല്ലേ? സാൾട്ട് ആൻഡ് പേപ്പർ, നല്ല കാര്യം.
അപ്പോൾ സാൾട്ട് ആൻഡ് പേപ്പറിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിച്ച സ്ഥലമാണ് ഫ്രണ്ട്സ് ഇത്. അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷനോട് ഇവിടെ പറയുന്നു. നമ്മുടെ അടുത്ത ഘട്ടം, അവസാന ഘട്ടമല്ല ഫ്രണ്ട്സ്, അടുത്ത ഘട്ടം ഫുഡ്. അപ്പോൾ ഫുഡിൻ്റെ പ്ലേസിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ വെച്ച് കാണാം. ബൈ. അപ്പോൾ ഫുഡിൻ്റെ സെക്ഷനാണ്. നമുക്ക് സമയം വളരെ കുറവാണ്, അരമണിക്കൂറേ ഉള്ളൂ. അരമണിക്കൂർ കൊണ്ട് കഴിച്ച് തിയേറ്ററിൻ്റെ അടുത്ത് എത്തണം. നല്ല ട്രാഫിക് ജാമാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം കാര്യം. ബൈ. ഉണക്കമുന്തിരി തേങ്ങ കൊത്തൊന്ന് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് പ്രശ്നം. അപ്പൊ അത്ര ദിവസം വീണ്ടും ലീവ് എടുക്കും. ഞാൻ പണ്ടെല്ലാം 10 കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇല്ലില്ലല്ലോ 9 കഴിയുള്ളൂ. നാളെ എനിക്ക് പാരൻസ് മീറ്റിംഗ് ആണ്. 1 മണിയാകുമ്പോൾ സ്കൂളില്ല. 1 മണി പാരൻസ് മീറ്റിംഗ്. എനിക്കൊന്നും പറ്റില്ല. പിന്നെ ആരും വരണ്ട. ഫ്രണ്ട്സ്, നാളെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ആണ്. പിന്നെ ഞാൻ പോകുന്നതാണെന്ന് പറയുകയാണ് ഫ്രണ്ട്സ്. എനിക്ക് വീഡിയോ എഡിക്കാനൊക്കെ ഉണ്ട്. മോള് പറയുന്നത് അപ്പോൾ എനിക്ക് അമ്മയ്ക്ക് സ്കൂളിൽ പോകണം. ഇവിടെ തിരിക്കുകയാണ്. ഇവര് അമ്മ പോണെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ച് ചേച്ചി അത് ചെയ്യാൻ പോകും. അത് പാരൻസ് നേരത്തെ വിടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇരിക്കുകയാണ്. കൊള്ളാം, സൂപ്പർ സിനിമ അല്ലേ? നമ്മൾ 5 സെഷന് കഴിഞ്ഞ് നമുക്ക് എങ്ങോട്ട് പോവാം? വീട്ടിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിലെ വീഡിയോ പല പോരായ്മകളും ഉണ്ടാവാം. നമ്മൾ ഓടി നടന്നൊക്കെ എടുത്തതാണ്. ചിലപ്പോൾ പല പോരായ്മകൾ അത് വന്നേക്കാം. അതെല്ലാം നിങ്ങൾ ഇത് കാണണം, മനസ്സിലാക്കണം, കമന്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള വെറൈറ്റി വീഡിയോകളുമായി നമ്മൾ ഉടൻ തന്നെ എത്തുന്നതാണ്. അതുവരേക്കും ബൈ.